ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ഈ വിശുദ്ധ എൽദോ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വചന പ്രഘോഷണ പരമ്പര ക്രമീകരിച്ചത് തന്നെ വളരെ ശ്ലാഘനീയമാണ്. യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനായി കാത്തിരിക്കുന്ന നമുക്ക് യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അനുഭവമായി തീരുവാൻ ഇടയാകണം. അതിനായി ഓരോ ദിവസവും അല്പസമയം ദൈവവചന ധ്യാനത്തിലായിരിക്കാൻ ദൈവം ചൊരിഞ്ഞ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി 8-ാം സങ്കീർത്തനമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദാവീദിന്റെ ഗദ്യരാഗത്തിലുള്ള ഒരു സങ്കീർത്തനമാണിത്. മുന്തിരിച്ചക്ക് ചവിട്ടുമ്പോഴുള്ള സന്തോഷത്തിൽ പാടുന്ന ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം 2 ശമൂവേൽ 6:10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ ഭവനത്തിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവരുമ്പോൾ പാടിയ പാട്ടാണിത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ഈ സങ്കീർത്തനമാണ് പാടിയതെന്ന് പറയപ്പെടുന്നു. ഈ സങ്കീർത്തനത്തെ ജ്യോതിശാസ്ത്ര സങ്കീർത്തനം എന്നും പറയുന്നു. കാരണം ഇതിൽ സൂര്യചന്ദ്രാദികളെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനത്തെ 3ആയി വിഭജിച്ച് നമുക്ക് പഠിക്കാം. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ അത്യുന്നതന്റെ മഹത്വം സൃഷ്ടിജാലങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നു. 6 മുതൽ 8 വരെ മനുഷ്യപുത്രന്മാർക്ക് ദൈവം നൽകിയ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. 9-ാം വാക്യം സർവഭൂമിയിലും ദൈവത്തിന്റെ നാമത്തെ ശ്രേഷ്ഠതപ്പെടുത്തുന്നു. സന്ധ്യാസമയത്ത് ആടുകളെ ആലയിലാക്കി വിശ്രമിക്കുന്ന ദൈവഭക്തന്റെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ച ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ദാവീദ് ആകാശത്തിൽ ദർശിക്കുകയാണ് ചെയ്യുന്നത്. 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് വായിക്കുന്നു. ആദ്യ സൃഷ്ടിയായ ആകാശത്തെ കണ്ടിട്ട് മനുഷ്യന്റെ നിസാരത ദാവീദ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 4-ഉം 5-ഉം വാക്യങ്ങളിൽ പറയുന്നത്, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമുള്ളൂ എന്ന്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലും നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് സകലത്തിനും അധിപതിയായി നീ അവനെ വെച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:28 ഈ ഭാഗം കാണുവാൻ സാധിക്കും. ദൈവം അവരെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടിയുള്ളവരാക്കി പെരുക്കി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് വായിക്കുന്നു. 9-ാം വാക്യം 1-ാം വാക്യം ഒന്നും കൂടെ ആവർത്തിച്ച് അധ്യായം അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുമ്പോൾ അവന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായി തീരും. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് പറയുമ്പോൾ സൂര്യചന്ദ്രാദികൾ മൂകമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാം. ഇത്ര വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ ഈ ചെറിയ ആയുസ്സിൽ ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.